ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന്റെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വഴിയാണ് പല കാര്യങ്ങളും അവർ സെർച്ച് ചെയ്യുന്നത്. പക്ഷേ അവർ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ആ മാറ്റം ചെയ്തു വെച്ചതിന് ശേഷം വളരെ യൂസ്ഫുൾ ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സുരക്ഷിതമായിട്ടുള്ള മാർഗത്തിലേക്ക് മാറ്റിയിട്ടില്ല എങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഫോണിലുള്ള പല രഹസ്യങ്ങളും മറ്റുള്ള ആളുകൾ ചോർത്തിക്കൊണ്ടുപോകുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പാസ്വേഡുകൾ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ അടുത്തെത്താനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. മാത്രമല്ല പുതിയതായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ അറിയുന്നതാണ്, നമ്മൾ എന്ത് കാര്യങ്ങളും സെർച്ച് ചെയ്യും. നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വഴിയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നത്. പക്ഷെ ആ സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം, നമ്മുടെ രഹസ്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അടിപൊളി ഒരു സെറ്റിംഗ്സ് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാനിവിടെ കോഴിക്കോട് വില്ലേജ് ഓഫീസ് വന്ന് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറെ വെബ്സൈറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റുകൾ ജെന്യൂൻ ആണോ, കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഏത് ലിങ്കിലേക്കാണ് പോകുന്നത് നമുക്കറിയില്ല. നമ്മൾ അതിലേക്ക് അനാവശ്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തി കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി ഗൂഗിൾ തന്നെ നമുക്കൊരു സെറ്റിംഗ്സ് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. നമ്മൾ അതിനായി ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ആ 3 ഡോട്ട്സ് കാണുന്നില്ല, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നാൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ, അവിടെ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്കാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ സെറ്റിംഗ്സിനെ കുറിച്ച്, സെറ്റിംഗ്സിലെ പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി ഓപ്ഷൻ, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സേഫ് ബ്രൗസിംഗിന്റെ താഴേക്ക് യൂസ് സെക്യൂർ DNS എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതിവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. യൂസ് സെക്യൂർ DNS, അതായത് നമുക്കിവിടെ കൃത്യമായിട്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട്, യൂസ് സെക്യൂർ DNS എടുത്തു കഴിഞ്ഞാൽ ഓഫായി കിടക്കുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, യൂസ് സെക്യൂർ DNS ഡിറ്റർമൈൻസ് ഹൗ ടു കണക്ട് ടു വെബ്സൈറ്റ്സ് ഓവർ എ സെക്യൂർ കണക്ഷൻ. ഈ DNS നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റുകളിലേക്ക് കയറുന്നത് വളരെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ ഇവർ ചെക്ക് ചെയ്തിട്ട് നമ്മളെ അതിലേക്ക് കയറ്റി വിടുന്നതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ DNS ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ താഴെ നോക്കിയാൽ കാണാം, യുവർ കറന്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഇവിടെ നമുക്ക് താഴെ വരുന്നത്. പക്ഷെ അതിന് താഴെ പറയുന്നുണ്ട് മേ നോട്ട് അവൈലബിൾ ഓൾ ടൈം എന്ന് പറയുന്നുണ്ട്. അത്ര സെക്യൂർ ആയിരിക്കണം നിർബന്ധമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഓപ്ഷൻ, അതായത് ചൂസ് അനദർ പ്രൊവൈഡർ ക്ലിക്ക് ചെയ്യാം. ഇതെല്ലാവരും നിർബന്ധമായും നിങ്ങളുടെ ഫോണിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു വെക്കുക. ചൂസ് അനദർ പ്രൊവൈഡർ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. താഴെ URL വരുന്നുണ്ട്. ആ കസ്റ്റമൈസിലെ ഡ്രോപ്പ് ഡൗൺ ഏരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ഓപ്പൺ DNS കാണിക്കുന്നുണ്ട്, ക്ലൗഡ് ഫ്ലെയർ കാണിക്കുന്നുണ്ട്, ഗൂഗിൾ പബ്ലിക് DNS കാണിക്കുന്നുണ്ട്, ക്ലീൻ ബ്രൗസിംഗ് കാണിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ ക്ലൗഡ് ഫ്ലെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് 1.1.1.1 കാണിക്കുന്നുണ്ടല്ലോ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ അത് ആക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. താഴെ ക്ലൗഡ് ഫ്ലെയർ കാണിക്കുന്നുണ്ട്. ഇത് എന്താണ് ഈ ക്ലൗഡ് ഫ്ലെയർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പ്രൂഫ് അടക്കമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി പോളിസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഇതിൽ താഴേക്ക് പറയുന്നുണ്ട്, കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്, ക്ലൗഡ് ഫ്ലെയർ വിൽ നോട്ട് സെൽ ഓർ ഷെയർ പബ്ലിക്, കണ്ടില്ലേ, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റയോ കാര്യങ്ങളോ ഒന്നും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനൊന്നും ഇവർ സെയിൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. അതായത് ഈ ക്ലൗഡ് ഫ്ലെയർ ത്രൂ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ക്ലൗഡ് ഫ്ലെയർ ത്രൂ നമ്മൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള മാർഗം എന്ന് ഇവിടെ തന്നെ അവര് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നേരെ നിങ്ങൾ ഈ സെറ്റിംഗ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ആ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് DNS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. സെക്യൂർ DNS, യൂസ് സെക്യൂർ DNS ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ DNS ഓൺ ചെയ്തതിന് ശേഷം താഴെ ഇവിടെ കണ്ടില്ലേ, DNS ഓൺ ചെയ്തതിന് ശേഷം താഴെ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ള സ്ഥലത്ത് കസ്റ്റമൈസ് കൊടുക്കുക. അവിടെ ക്ലൗഡ് ഫ്ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുതൽ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അനാവശ്യ വെബ്സൈറ്റുകളിലേക്ക് കയറി
എന്തെങ്കിലും ഡാമേജ് നമ്മുടെ ഫോൺ ഉണ്ടാവുന്നത് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും.